Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് കൺവെർട്ടർ വിത്ത് RL ലോഡ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ R ലോഡാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി RL ലോഡ് വരുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് ആണ് സിമെട്രിക്കൽ കോൺഫിഗറേഷനിൽ വരിക, അതുപോലെ തന്നെ അസിമെട്രിക്കൽ കോൺഫിഗറേഷനിൽ വരിക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സിമെട്രിക്കൽ കോൺഫിഗറേഷൻ. സോ സിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ലെഗിലും എന്താ ഉള്ളത്, ഓരോ ലെഗിലും ഒരു തൈറസിലും ഒരു ഡയോഡ് വീതമാണുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെഗിൽ T1 D2, സെക്കൻഡ് ലെഗിൽ T2 D1. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ തന്നെ മാർക്ക് ചെയ്യണം, കാരണം നമുക്ക് T1 D1 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യണം, പിന്നെ T2 D2 ഒരുമിച്ച് കണ്ടക്ട് ചെയ്യണം. ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം, നമ്മൾ സോഴ്സ് വോൾട്ടേജ് ഉണ്ട് VS = VM sin omega t. സോഴ്സ് വോൾട്ടേജ് വരച്ചു. ഓക്കെ, പിന്നെ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, T1 D1 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VAB കിട്ടും. സിമിലർലി T2 D2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് കിട്ടുക, VBA ആണ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇൻഡക്ടർ ഉള്ളത് കൊണ്ട് തന്നെ, ഓക്കെ, ഇൻഡക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡക്ടർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊളാരിറ്റി മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ് ആണ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊളാരിറ്റി എന്താണ്, താഴെ പോസിറ്റീവ്, മുകളിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണ്. അതായത് ഇൻഡക്ടർ അല്ല ഔട്ട്പുട്ട് കൂടെ പോകുന്ന കറണ്ട് എന്താവുന്നില്ല, സീറോ ആവണില്ല. ഓക്കെ, കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് കണ്ടക്ഷൻ. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ സോഴ്സ് വോൾട്ടേജ് വരച്ചു, VS = VM sin omega t നമ്മൾ വരച്ചു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. omega t = ആൽഫ, ഞാൻ ആൽഫ ട്രിഗറിംഗ് പൾസ് കൊടുത്തു, തൈറസ് T1 ട്രിഗറിംഗ് പൾസ് കൊടുത്തു, 5+ ആൽഫയിൽ T2, വീണ്ടും 2π+ ആൽഫയിൽ T1 T2 ആൻഡ് സോ ഓൺ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഒമേഗ, നമ്മൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണ്. സോ omega t = ആൽഫ, നമ്മൾ കറണ്ട് സീറോ ആവുന്നില്ല കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആയതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ omega t = ആൽഫയിൽ നമ്മൾ കറണ്ടിന്റെ വാല്യൂ എന്നാണ്, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, സീറോ അല്ലാത്തൊരു വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂയിൽ നിന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ എത്തിയ സമയത്ത് നമ്മളെ വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് എന്തായി, 0 ആയി. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് ആണ് വരാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് 0 എത്തിയ സമയത്തേക്ക് കറണ്ട് എന്തായിട്ടില്ല, 0 ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ കറണ്ട് ഇനി എന്ത് ചെയ്യണം, 0 ആവോ, വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ട് 0 ആവില്ല. ബിക്കോസ് എന്ത് ലോഡാണ്, ഇൻഡക്റ്റീവ് ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്, RL ലോഡാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇവിടെ ഈവൻതോ നെഗറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ കൂടി നമ്മുടെ തൈറസ് T1 എന്താവില്ല, ഓഫ് ആവില്ല. ബിക്കോസ് തൈറസ് T1 വൺസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത് ഓഫ് ആവണമെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഹോൾഡിംഗ് കറണ്ട് എത്തണം. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കറണ്ടിലേക്ക് അത് എത്താത്തത് കൊണ്ട് തന്നെ കറണ്ട് എന്താ, തൈറസ് T1 എന്താവില്ല, ഓഫ് ആവില്ല. ഓക്കെ, പക്ഷേ നമ്മളെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഡയോഡ് D1 എന്തായിരിക്കും, ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയോഡ് D1 എന്തായിരിക്കും, അവിടെ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും. സോ ദിസ് ഡയോഡ് D1 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. പക്ഷേ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഏതാണ്, ഡയോഡ് D2 അല്ലെ. ഡയോഡ് D2 നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആനോഡ് ഈ കാത്തോഡ് ഈസ് മോർ നെഗറ്റീവ് ആസ് കമ്പയർഡ് ടു ആനോഡ്. ഓക്കെ, അത് മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഈ പോസിറ്റീവ് സൈനും ഇവിടെ വരും. ഓക്കെ, സോ ആനോഡിലോട്ട് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്, കാത്തോഡിലോട്ട് നെഗറ്റീവും വരുന്നുണ്ട്. സോ നമ്മുടെ ഡയോഡ് D2 എന്തായിരിക്കും, D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റന്റ്, അതായത് ആൽഫ മുതൽ പൈ വരെ ആരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആൽഫ മുതൽ പൈ വരെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, തൈറസ്റ്റർ T1 ഉം D1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി പൈ മുതൽ π+ ആൽഫ വരെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, പൈ മുതൽ π+ ആൽഫ വരെ കണ്ടക്ട് ചെയ്യുന്നത് T1 ഉം D2 ആണ്. ഓക്കെ, അതായത് T1 ഉം D2 ആണ് എന്ത് ചെയ്യുന്നത്, പൈ മുതൽ π+ ആൽഫ വരെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, T1 ഉം D2 ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കറണ്ട് 0 ആവുന്നതിന് മുന്നേ, കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കറണ്ട് 0 ആവുന്നതിന് മുന്നേ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, തൈറസ് T2 ട്രിഗറിംഗ് പൾസ് കൊടുത്തു. വീണ്ടും ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, തൈറസ് T2 D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഏതാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള തൈറസ് T2 ഡയോഡ് D2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രിഗറിംഗ് പൾസ് ഇനി ആർക്ക് കൊടുക്കുന്നു, നമ്മൾ തൈറസ് T2 ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നു. സോ ദാറ്റ് ആരൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, തൈറസ് T2 D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ T1 ഓഫ് ആയി, T2 D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. സോ എന്ത് ചെയ്തു, കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് അതിന്റെ ഒരു പെർട്ടിക്കുലർ മിനിമം വാല്യൂ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, തൈറസ് T2 എന്ത് ചെയ്തു, ട്രിഗറിംഗ് പൾസ് കൊടുത്തു. സോ തൈറസ് T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടക്ട് ചെയ്ത് 2π എത്തിയ സമയത്ത് നേരത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ എന്ത് വരുന്നു, 0 വോൾട്ടേജ് വരുന്നു. ഓക്കെ,
അപ്പോൾ ഇനി എന്താ ചെയ്യണത്? ഇനി വീണ്ടും പോസിറ്റീവ്, അതായത് 2π എത്തുന്ന സമയത്ത് വോൾട്ടേജ് വീണ്ടും 0 ആയി. ഇനി വീണ്ടും എന്താ വരുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഡയോഡ് D2 എന്താ സംഭവിക്കുന്നത്? ഡയോഡ് D2 എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആയി. ഓക്കെ, അപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആരാണ് ഫോർവേഡ് ബയാസ്ഡ് ആവുക? ഡയോഡ് D1 ആണ് ഫോർവേഡ് ബയാസ്ഡ് ആവുക അല്ലെ. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആരായിരിക്കും കണ്ടക്ട് ചെയ്യുക? ഈ ഒരു ഏരിയയിൽ കണ്ടക്ട് ചെയ്യുക T2ഉം D1ഉം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൽഫ ടു പൈ ആരാ കണ്ടക്ട് ചെയ്യുന്നത്? T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുന്നു. പൈ മുതൽ പൈ പ്ലസ് ആൽഫ വരെ T1 D2 കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ പൈ പ്ലസ് ആൽഫ മുതൽ 2π വരെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? T2ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ 2π മുതൽ 2π പ്ലസ് ആൽഫ വരെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? T2ഉം D1ഉം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മുടെ ഡയോഡ് ഉള്ളത് കൊണ്ട് ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസ്ഡ് ആവും. ഏത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസ്ഡ് ആണ് ഡയോഡ് D1. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ D1 എന്താവും? റിവേഴ്സ് ബയസ്ഡ് ആവും. വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആവുന്ന ഡയോഡ് D2. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് D2 എന്താവും? റിവേഴ്സ് ബയസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ആ ഡയോഡിന്റെ ആ ഒരു വർക്കിംഗിൽ വരുന്ന, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് ഫോർവേഡ് ബയസ്ഡ് ആവും റിവേഴ്സ് ബയസ്ഡ് ആവും ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ സെമി കൺവെർട്ടറിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആൽഫ മുതൽ പൈ വരെ T1 D1 കണ്ടക്ട് ചെയ്യുന്നു. പൈ എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് എന്തായി? നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരാൻ പോവാണ്. സോ നമ്മുടെ ഡയോഡ് D1 എന്തായി? റിവേഴ്സ് ബയസ്ഡ് ആയി, അത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആയി എന്തായില്ല? കണ്ടക്ട് ചെയ്യില്ല. ഇനി നമ്മൾ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഡയോഡ് D2 എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് ആരെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക? T1ഉം D2 ആണ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ ഒരു റീജിയനിൽ ആരെ കണ്ടക്ട് ചെയ്യുക? T1ഉം D2ഉം കണ്ടക്ട് ചെയ്യും. ഓക്കെ, വീണ്ടും പൈ പ്ലസ് ആക്സിൽ നമ്മൾ T2നെ ട്രിഗർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ T2ഉം D2ഉം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻഡക്ടറിലെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് വീണ്ടും ഒരു വാല്യൂലെത്തി. ആ സമയത്ത് എന്തായി? നമ്മുടെ വോൾട്ടേജ് എന്തായി? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളായി വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മുടെ ഡയോഡ് D2 എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസ്ഡ് ആവുക ആരാണ്? D1 ആണ്. അപ്പോൾ ഇത്രയും ഏരിയയിൽ ആരാണ് കണ്ടക്ട് ചെയ്യുക? T2ഉം D1ഉം ആണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ആൽഫ ടു പൈ T1 D1, പൈ ടു പൈ പ്ലസ് ആൽഫ T1 D2, പൈ പ്ലസ് ആൽഫ ടു 2π T2 D2 ആൻഡ് 2π ടു 2π പ്ലസ് ആൽഫ T2 D1. ഓക്കെ, ഇനി T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക? VAB ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. അതുപോലെ തന്നെ T2 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് VBA ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഓക്കെ, ഇനി T1 D2 നിങ്ങൾ നോക്കിയാൽ T1 D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോഡ് ഇപ്പൊ RL ലോഡ് ആണെങ്കിൽ അതിന്റെ അക്രോസ് ഉള്ള രണ്ട് സ്വിച്ചുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ അക്രോസിലെ രണ്ട് സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിന്റെയും അക്രോസുള്ള വോൾട്ടേജ് എന്താ വരിക? 0 ആണ് വരിക അല്ലെ. അപ്പൊ ഒരേ ലെഗിലുള്ള രണ്ട് സ്വിച്ചുകൾ ഇപ്പൊ T1 D2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു രീതിയിലാണ് നമ്മുടെ സർക്യൂട്ട് വരിക അല്ലെ. T1 D2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ T2 D1 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലോഡിന്റെ അക്രോസ് എന്താ ഉള്ളത്? ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ലോഡിന്റെ അക്രോസുള്ള വോൾട്ടേജ് എന്താ വരിക? ലോഡിന്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെയും അക്രോസുള്ള വോൾട്ടേജ് ദാറ്റ് ഈസ് 0 ആണ് വരിക. ഓക്കെ, അപ്പൊ ഒരേ ലെഗിലുള്ള രണ്ട് ഡിവൈസസ് അത് എന്താണ്? അപ്പം തൈറസർ T1 D2, അതേപോലെ അടുത്ത ലെഗിലാണെങ്കിൽ തൈറസർ T2 D1. ഒരേ ലെഗിലുള്ള രണ്ട് സ്വിച്ചസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക? 0 ആണ് വരിക. അതാണ് നമുക്ക് അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പൊ T1 D2 ഒരേ ലെഗിലുള്ള രണ്ട് സ്വിച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ് വരിക. ഇവിടെയും T2 D1 ഒരേ ലെഗിലുള്ള രണ്ട് സ്വിച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക? 0 ആണ് വരിക. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. T1 D1 കണ്ടക്ട് ചെയ്യുന്നു. T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക? VAB, അത് വരച്ചു. അടുത്ത എന്താണ്? T1 D2 കണ്ടക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു 0. ഓക്കെ, വീണ്ടും T2 D2 ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ? VBA. മുകളിലോട്ട് നോക്കുക, VBA എന്താണ്? പോസിറ്റീവ്. ഈ VBA ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, വീണ്ടും ഈ ഒരു ഏരിയയിൽ ആരെ കണ്ടക്ട് ചെയ്യുന്നത്? T2 D1, അപ്പോൾ 0. വീണ്ടും ആരെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നു? T1 D1. അപ്പൊ ഈ T1 D1ന്റെ തൊട്ട് മുന്നേ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? T2 D1. ഓക്കെ, T2 D1 ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്? ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് T2 D1 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം വോൾട്ടേജ് അക്രോസ് T1 എന്താ സംഭവിക്കുക? വോൾട്ടേജ് അക്രോസ് T2 എന്താണ് സംഭവിക്കുക? വോൾട്ടേജ് അക്രോസ് T1 എന്ന് പറയുകയാണെങ്കിൽ തൈറസർ T1 കണ്ടക്ട് ഏത് മുതൽ ഏത് വരെ? ഇവിടെ T1 ആൽഫ മുതൽ പൈ വരെ ആരുണ്ട്? T1 D1 ഉണ്ട്. പൈ മുതൽ പൈ പ്ലസ് ആൽഫ വരെ ആരുണ്ട്? T1 D2 ഉണ്ട് അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാം? ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? തൈറസർ T1 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ തൈറസർ T1 കണ്ടക്ട് ചെയ്യുന്നിടത്തോളം സമയത്ത് തൈറസർ T1 അക്രോസ് വോൾട്ടേജ് എന്താ വരിക? 0 ആണ് വരിക. തൈറസർ T1 കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്താ വരിക? എന്താണോ VAB അത് അതിന്റെ അക്രോസ് വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ വേവ് ഫോം ഓഫ് VT1. സിമിലർലി VT2ന്റെ വോൾട്ടേജ് വേവ് ഫോം. VT2 എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്താണ് വരിക? തൈറസർ T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ തുടക്കത്തിലുള്ള T2 D1 തൈറസർ T2 കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ തൈറോക്സൈഡ് T2 കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ തൈറോക്സൈഡ് T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തൈറോക്സൈഡ് T2 അക്രോസ് വോൾട്ടേജ് എന്താ വരിക 0. അല്ലാത്ത സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് വരും? എന്താണോ VBA അത് ഏതിന് അക്രോസ് വരും? തൈറോക്സൈഡ് T2 അക്രോസ് വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ള വേവ് ഫോം ആണ് സോഴ്സ് കറണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, നമ്മുടെ T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളെ പാത്ത് എന്താ വരിക? T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പാത്ത് നമ്മൾ T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ലോഡിലൂടെ വന്ന് D1ലൂടെ വന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. സിമിലർലി T2ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്ന പാത്ത് എങ്ങനെ വരിക? ഈ പോസിറ്റീവിലൂടെ നിന്ന് വന്നിട്ട് T2ലൂടെ വന്ന് ഇങ്ങനെ വന്ന് D2ലൂടെ വന്ന് ഇങ്ങനെ തിരിച്ചു കയറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും T2 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ കറണ്ട് എന്താണ്? സോഴ്സ് നിന്ന് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ? സോഴ്സ് നിന്ന് കറണ്ട് ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. അതായത് നമ്മുടെ T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡക്ടറിലുള്ള, അതായത് നേരത്തെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ചാർജുള്ള ഇൻഡക്ടർ എന്ത് ചെയ്തു? നെഗറ്റീവ് പോസിറ്റീവ് അല്ലെ? ഇനി ഇൻഡക്ടർ എന്താ ചെയ്യാൻ പോകുന്നത്? ഡിസ്ചാർജ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് ഏതിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത്? നമ്മുടെ തൈറോക്സൈഡ് T2 D2 കൂടെ T1 D2 കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാത്ത്. അപ്പൊ ഈ ഒരു പാത്തിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സോഴ്സിന് കറണ്ട് എടുക്കുന്നുണ്ടോ? ഇല്ല, ഇൻഡക്ടർ ഡിസ്ചാർജിന്റെ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും പാത്ത് വരിക? ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെയായിരിക്കും കറണ്ട് പാത്ത് വരിക. അപ്പോഴും എന്ത് വരുന്നില്ല? നമുക്ക് സോഴ്സിന് കറണ്ട് വലിക്കുന്നില്ല. ഓക്കെ, അപ്പൊ സോഴ്സിന് എപ്പോഴാണ് കറണ്ട് വലിക്കുന്നത്? T1 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും T2 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ സോഴ്സിന് കറണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സോഴ്സിന് കറണ്ട് എടുക്കുന്നില്ല. അതായത് ഒരേ ലെഗിലെ രണ്ട് സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് T1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എനർജി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ചാർജ് ആണ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്? T1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? സോഴ്സ് കറണ്ട് IS എന്തായിരിക്കും വരിക? 0 ആണ് വരിക. സിമിലർലി T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഴ്സ് കറണ്ട് എന്താണ് വരിക? 0 ആണ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ എവിടേക്കാണ് 0 വരിക? സോഴ്സ് കറണ്ട് T1 D2. ഓക്കെ, വോൾട്ടേജ് 0 ആവുന്ന സമയത്ത്, ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് ഒക്കെ എന്ത് 0 ആയിരിക്കും? നമ്മുടെ സോഴ്സ് കറണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് T1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്തും എന്തായിരിക്കും? സോഴ്സ് കറണ്ട് 0 ആയിരിക്കും വരിക. ഓക്കെ, ഇനി സോഴ്സ് കറണ്ട് എപ്പോഴായിരിക്കും പോസിറ്റീവ് വരിക? തൈറോക്സൈഡ് T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് തൈറോക്സൈഡ് T1 കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് തൈറോക്സൈഡ് T1 കണ്ടക്ട് ചെയ്യുന്നത്. സോ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് സോഴ്സ് കറണ്ട് വരും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്? T2 കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് വരും? നമുക്ക് നെഗറ്റീവ് വാല്യൂ ഓഫ് സോഴ്സ് കറണ്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ തൈറോക്സൈഡ് T1 എവിടെ മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയാണ് T1 കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? T1 D1 മുതൽ എന്ത് ചെയ്യുന്നത്? T1 D2 വരെ. പക്ഷെ T1 D2 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അല്ലാത്ത സമയത്ത് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? തൈറോക്സൈഡ് T1 കണ്ടക്ട് ചെയ്യുന്നത് T1ഉം D1ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഇത്രയും പോർഷനിൽ നമുക്ക് നമ്മുടെ സോഴ്സ് കറണ്ട് എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആയിരിക്കും വരിക. ഇനി നമ്മുടെ T1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തൈറോക്സൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി T1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സോഴ്സിലുള്ള കറണ്ട് പോകുന്നില്ല. ഓക്കെ, സോഴ്സിന് കറണ്ട് വലിക്കുന്നില്ല. വീണ്ടും എന്താണ്? T2 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? നെഗറ്റീവ് സോഴ്സ് കറണ്ട്. T2 D2 കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് സോഴ്സ് കറണ്ട് കിട്ടും. പക്ഷേ T2 D1 കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല? നമ്മൾ സോഴ്സിൽ നിന്ന് കറണ്ട് വലിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് അല്ലെ? നമ്മൾ T1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും സോഴ്സ് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ കറണ്ട് വലിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സോഴ്സ് കറണ്ടിന്റെ വേവ്. ഓക്കെ, സോഴ്സ് കറണ്ടിന്റെ വേവ്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ V0 ആവറേജ്. V0 ആവറേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ പോയിന്റ് മുതൽ നമുക്ക് ഏതൊരു എടുക്കേണ്ടി വരും? ഇതുവരെയാണ് ഒരു സൈക്കിൾ അല്ലെ? അപ്പോൾ V0 ആവറേജ് എന്ന് പറഞ്ഞ സമയത്ത് എന്താ വരിക? V0ന്റെ ആവറേജ് വാല്യൂ, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ ഈക്വൽ ടു 1 ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെയാണ്. അപ്പൊ ടൈം പീരീഡ് 1/π ഇന്റഗ്രൽ ആൽഫ ടു പൈ Vm sin omega t d omega t വരും. ഓക്കെ, അതുപോലെ തന്നെ V0 RMS എന്ത് വരും? ഈക്വൽ ടു 1/π ഇന്റഗ്രൽ ആൽഫ മുതൽ പൈ വരെ Vm സ്ക്വയർ sin സ്ക്വയർ ഒമേഗ ടി d omega t ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂന്റെ ഇക്വേഷനും RMS വാല്യൂന്റെ ഇക്വേഷനും. ഓക്കെ, അപ്പൊ അത് നമ്മൾ നേരത്തെ ആറിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ടിന്റെ ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ,
സോ താങ്ക് യു സ്റ്റുഡൻസ്. നമ്മൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ ബാക്കിയുള്ള അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.